8 നവംബർ 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ്, ഗവർണർ റിലീജിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ കൊളാപ്സ് ഇൻ കേരള. അപ്പോൾ നമുക്കറിയാം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്ററും അതുപോലെ തന്നെ ഗവർണറുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഡിസഗ്രിമെൻറ്റ്സ്, ഇപ്പോൾ VC നിയമനത്തിൽ, വൈസ് ചാൻസലർ നിയമനത്തിലൊക്കെ ആയി ബന്ധപ്പെട്ട് ഇവരുടെ ഡിസഗ്രിമെൻറ്റ്സും അവർ തമ്മിലുള്ള വാക്പോരും വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിനെ അനുസരിച്ചിട്ടല്ല കേരളം മുമ്പോട്ട് പോകുന്നത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗവർണൻസ് മുമ്പോട്ട് പോകുന്നത് എന്ന പോലുള്ള സീരിയസ് ആയിട്ടുള്ള ആരോപണങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിക്കുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓൺ മൺഡേ unleashed a full-blown attack on the state government, alleging that they have initiated the process of collapse of constitutional machinery. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. കാരണം ഒരു നല്ല സ്മൂത്ത് ഗവർണൻസിന് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു കൺസെൻസസ് ആവശ്യമാണ്. അത് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ഥിതി വഷളായിക്കൊണ്ടേയിരിക്കും. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, സുപ്രീം കോർട്ടിൻ്റെ മെജോറിറ്റി വേർഡിക്റ്റ് അപ്പോൾസ് ദ EWS കോട്ട. അപ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ റിസർവേഷനുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. സുപ്രീം കോടതിൻ്റെ മുമ്പിൽ ഇങ്ങനൊരു വാദം കേൾക്കുകയായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണോ ഈ EWS കോട്ട റിസർവേഷൻ ഉള്ളത്? സാമ്പത്തിക സംവരണമാണ്, ജനറൽ കാറ്റഗറിയിലെ സാമ്പത്തിക സംവരണത്തിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ചാണ് കോടതി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? EWS കോട്ട കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണ്, ഭരണഘടന വിരുദ്ധമായി അതിലൊന്നുമില്ല. ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഈ പറഞ്ഞ EWS കോട്ട, എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% റിസർവേഷൻ കൊടുത്തുകൊണ്ടുള്ള EWS കോട്ടയിൽ പ്രശ്നങ്ങളില്ല എന്നാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. 10% റിസർവേഷൻ ടു ദ പോറസ്റ്റ് ഓഫ് പോർ among the forward caste does not affect basic structure of the constitution. Say 3 judge of the 5-member bench, CJI another judge hold the exclusion of other communities is അവോയ്ഡ്ലി ഡിസ്ക്രിമിനേറ്ററി. അപ്പോൾ ഇതിൽ മറ്റ് കമ്മ്യൂണിറ്റികളിൽ EWS, അതായത് ഈ പറഞ്ഞ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ പരിഗണിക്കണമോ എന്നൊന്നും അധികമായിട്ട് കോർട്ട് ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ 3:2 എന്ന രീതിയിലും മെജോറിറ്റി എന്ത് പറയുന്നു? EWS കുഴപ്പമില്ല എന്ന് പറയുന്നു. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്ന് പറയുന്നു. അടുത്തത് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. പോക്സോ ആക്ട് ഫോഴ്സസ് ആദിവാസീസ് ഇൻ നീൽഗിരീസ് ഇൻ ടു കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, സെയ്സ് ആക്ടിവിസ്റ്റ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, പോക്സോ നിയമം എന്ന് പറയുന്നത് തന്നെ 2012 എനാക്ട് ചെയ്തൊരു നിയമമാണ്. പെൺകുട്ടികളുടെ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ഹരാസ്മെൻറ്റൊക്കെ ആയി ബന്ധപ്പെട്ട്, അതിൻ്റെ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട നിലവിൽ വന്ന ഒരു നിയമമാണ് പോക്സോ. അപ്പോൾ ഈ പോക്സോ നിയമത്തിൽ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് ഈ ആദിവാസി മേഖലയിലുള്ള ഇങ്ങനെയുള്ള ട്രൈബുകൾ ചിലർ വളരെ എക്സ്ക്ലൂഡഡ് ആയിട്ട് ജീവിക്കുന്ന ആയിരിക്കും. മെയിൻ സ്ട്രീമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് നിയമത്തിൻ്റെ അവയർനെസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബോധവൽക്കരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാർ പൊതുവേ ഈ നിയമവുമായിട്ട് കോൺഫ്ലിക്റ്റിൽ വരുന്നു എന്നാണ് പറയുന്നത്. കാരണം നിയമത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ അവർ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ പ്രണയിക്കുകയോ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് പൊതുവേ ജയിലിൽ പോകുന്നതിന് ഇടയാക്കുകയും അതുപോലെ തന്നെ അതൊരു ക്രൈമായിട്ട് കാണുകയൊക്കെ ചെയ്യുന്നൊരു ഇതുണ്ട്. അപ്പോൾ ബോധവൽക്കരണം ഇല്ല, അതുപോലെ തന്നെ അവയർനെസ് കുറവായിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. കാരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ ഭാവിയാണ് നശിക്കുന്നത്. കാരണം ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് വളരെ ഭീകരമാണ്. കൺസിഡർ ദാറ്റ് എ യങ് ആദിവാസി യൂത്ത് അറൌണ്ട് 20 years old gets imprisoned for 10 to 15 years, he will come out has a hardened criminal. അതെ, ഇപ്പോൾ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും ശിക്ഷ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് 10 to 15 വർഷം കഴിഞ്ഞിട്ടാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ അവർ ക്രിമിനൽസായിട്ട് മാത്രമേ മാറുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് എഡിറ്റോറിയൽ നോക്കാം. Economics exclusion. Use of sole income criterion for quotas is questionable, but it should be made to work in a non-exclusionary way. അപ്പോൾ EWS ആയി ബന്ധപ്പെട്ട എക്കണോമിക്കലി വീക്കർ സെക്ഷൻ റിസർവേഷനുമായി ബന്ധപ്പെട്ട ന്യൂസാണ്, എഡിറ്റോറിയലാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 10% വീക്കർ സെക്ഷൻസ്, ഏതിൽ എക്കണോമിക്കലി ആയിട്ടുള്ള വീക്കർ സെക്ഷൻസ്, ജനറൽ കാറ്റഗറിയിൽ ഉള്ളവർക്കുള്ള റിസർവേഷനെ കുറിച്ചാണ് കോടതി കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിധി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ 10% റിസർവേഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണ്, ഭരണഘടനയായിട്ട് വിരുദ്ധമായി ഒന്നുമില്ല, ബേസിക് സ്ട്രക്ചറിനെ അത് ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് ബേസിക് സ്ട്രക്ചർ? അതായത് ഭരണഘടന എനാക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സോൾ എന്ന് പറയുന്ന കുറേ, അതിൻ്റെ ക്രക്സ് എന്ന് പറഞ്ഞ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനൊരിക്കലും ആൾട്ടർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് ബേസിക് സ്ട്രക്ചർ. ഏത് കേസിലാണ് ഈ ബേസിക് സ്ട്രക്ചർ തിയറി വന്നിരിക്കുന്നത്? കേശവാനന്ദ ഭാരതി കേസ് 1973 ഈ പറഞ്ഞ ബേസിക് സ്ട്രക്ചർ തിയറി എന്ന് പറഞ്ഞ് സുപ്രീം കോടതി എനാക്ട് ചെയ്തിരിക്കുകയാണ്. എനാക്ട് ചെയ്യല്ല, അതായത് പറഞ്ഞ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞൊരു തിയറി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിൻസിപ്പിൾസിനെ, ഭരണഘടനയിലെ പ്രിൻസിപ്പിൾസിനെ, തത്വങ്ങളെ
എന്താക്കാൻ പാടില്ല, ഓൾട്ടർ ചെയ്യാൻ പാടില്ല, ചേഞ്ച് വരുത്താൻ പാടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി മാറ്റാവുന്നതാണ്. ചിലത് മാറ്റാൻ പാടില്ലാത്തതാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്രക്സായി നിലനിൽക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഏത്? EWS റിസർവേഷൻ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ റിസർവേഷൻ. അപ്പോൾ ഇതിന് റിസർവേഷന് ചില പ്രത്യേകതകളുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബൈ മെജോറിറ്റി ഓഫ് 3-2 3 ജഡ്ജസ് ഇതിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് റൂൾഡ് ദാറ്റ് ദ അമെൻമെൻറ്റ് ഡസ് നോട്ട് വയലേറ്റ് ദ ബേസിക് സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് ഹാസ് അപ്പേൽഡ് എ കൈൻഡ് ഓഫ് റിസർവേഷൻ ദാറ്റ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ്സ് ദോസ് ഫ്രം 3 എക്സിസ്റ്റിംഗ് കാറ്റഗറീസ് ഓഫ് ബെനിഫിഷ്യറി ആൻഡ് ഈസ് എക്സ്റ്റെൻഡഡ് സോൾലി ഓൺ ദ ബേസിസ് ഓഫ് എക്കണോമിക് ക്രൈറ്റീരിയ. അപ്പോൾ ഈ 3 വിഭാഗക്കാരെ, SC, ST അല്ലെങ്കിൽ OBC അങ്ങനെയുള്ള വിഭാഗക്കാരെ ഒഴിവാക്കിക്കൊണ്ട് മാത്രമല്ല ഈ റിസർവേഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? എക്കണോമിക് ക്രൈറ്റീരിയ കൊണ്ട് മാത്രം, സോൾലി എക്കണോമിക് ക്രൈറ്റീരിയ കൊണ്ട് മാത്രം റിസർവേഷൻ കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ എക്കണോമിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കൺസിഡറേഷൻസ് മാത്രമേ, ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ മാത്രമേ ഇതിൽ നോക്കിയിട്ടുള്ളൂ. ഇതിനു മുമ്പും എക്കണോമിക് ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദിരാ സാവനി കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അപ്പോൾ ഇന്ദിരാ സാവനി കേസ് 1992 9 judge bench upheld OBC reservation but favored exclusion of advanced sections of the beneficiary communities from its purview. It introduced a form of economic criteria for the first time. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? OBC റിസർവേഷൻ ഇന്ദിരാ സാവനി കേസുമായി ബന്ധപ്പെട്ട് വിധി വന്നപ്പോൾ അതിൽ OBCയിലെ ക്രീം ആയിട്ടുള്ള ആൾക്കാർക്ക് ഒഴിവാക്കിക്കൊണ്ട്, എക്കണോമിക് ക്രൈറ്റീരിയ വെച്ച് അവർ ക്രീം ആയിട്ടുള്ള ആൾക്കാർ, ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവർക്കാണ് റിസർവേഷൻ കൊടുത്തിരിക്കുന്നത്. അതും ആദ്യമായിട്ട് എന്താണ്? ഈ പറഞ്ഞ എക്കണോമിക് ക്രൈറ്റീരിയ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വിധിയാണ്. ഇതിൽ ഈ എക്കണോമിക് ക്രൈറ്റീരിയ കൊണ്ടുവരുമ്പോൾ നമ്മൾ മറ്റ് വിഭാഗക്കാരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. കാരണം OBCയിലെ അല്ലെങ്കിൽ SCയിലെ STയിലെ എക്കണോമിക് വീക്കർ സെക്ഷൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ, അല്ല മറ്റ് സെക്ഷൻസിനെ. കാരണം എക്കണോമിക് ക്രൈറ്റീരിയ നമ്മൾ ജനറൽ കാറ്റഗറിക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇതങ്ങനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നൊരു അമെൻമെൻറ്റില്ല. കാരണം പാർലമെൻറ്റിൻ്റെ ഒരു പവർ കാണിക്കുന്നതാണ്. കാരണം പാർലമെൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് പവർ, അതായത് ലോ മേക്ക് ചെയ്യുന്ന പവർ അത്ര എളുപ്പത്തിൽ സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കെയിം വിത്ത് കൺസിഡറബിൾ പൊളിറ്റിക്കൽ ലെജിറ്റിമസി ആസ് വെരി ഫ്യൂ മെമ്പേഴ്സ് വോട്ടഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. ദ കോർട്ട് കുഡ് നോട്ട് ഹാവ് ലൈറ്റ്ലി സ്ട്രക്ക് ഇറ്റ് ഡൗൺ. ദ മെജോറിറ്റി അക്നോളജസ് പാർലമെൻറ്റ്സ് പവർ ടു ക്രിയേറ്റ് എ ന്യൂ സെറ്റ് ഓഫ് ക്രൈറ്റീരിയ, ന്യൂ ടാർഗറ്റ് ഓഫ് അഫോർമേറ്റീവ് ആക്ഷൻ. ഇപ്പം പുതിയൊരു ആക്ഷനാണ് ഈ പറഞ്ഞ എക്കണോമിക്കൽ ഈ വീക്കർ സെക്ഷന് റിസർവേഷൻ കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ പാർലമെൻറ്റിനുള്ള പവർ, അങ്ങനെ ഒരു പുതിയ ക്രൈറ്റീരിയ റിസർവേഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പാർലമെൻറ്റിൻ്റെ പവറിനെ അത്രയധികം എളുപ്പത്തിൽ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി കോർട്ടിന് പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം ആ ലോ വന്നപ്പോഴും വളരെ കുറച്ച് പേര് മാത്രമേ അതിനെ എതിർത്തിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ അങ്ങനെ എളുപ്പത്തിൽ അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഫ്ലോ എവിടെയാണ്, ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെയാണുള്ളത്? ദ അപ്രോച്ച് ഇസ് ക്ലിയർലി ഫ്ലോഡ് ബിക്കോസ് ദിസ് ക്രിയേറ്റ്സ് എ വെർട്ടിക്കൽ റിസർവേഷൻ സ്കീം ബേസ്ഡ് ഓൺ എക്കണോമിക് വീക്ക്നെസ്, എ ഫാക്ടർ ദാറ്റ് കുഡ് ബി അപ്ലിക്കബിൾ ടു ഓൾ കമ്മ്യൂണിറ്റീസ്. എന്തുകൊണ്ടും മറ്റ് കമ്മ്യൂണിറ്റീസിന് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന രീതിയിലുള്ള ഒരു സെഗ്മെൻറ്റ് കൊണ്ടുവരുന്നില്ല. ഇതിൽ നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 8 ലക്ഷം ഇൻകം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് തന്നെ ലാർജ്ലി ഇൻക്ലൂസീവ് ആണെന്ന് പറയുന്നത്. കാരണം ദ എക്സിസ്റ്റിംഗ് ഇൻകം ക്രൈറ്റീരിയ ഓഫ് 8 lakhs in an year has already been questioned by the court in separate case as it is liable to result in excessive coverage of socially advanced classes. അപ്പോൾ ഇപ്പോൾ 7 ലക്ഷം ആനുവൽ ഇൻകം വാങ്ങുന്ന ആൾ പൂറസ്റ്റ് ഓഫ് പൂർ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഭയങ്കര ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? 8 ലക്ഷമാണ് ഈ പറഞ്ഞ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ക്രൈറ്റീരിയ വന്നിരിക്കുന്നത്. when those exempted from filing IT returns are only those with taxable income below 2.5 lakhs, it makes no sense to extend the reservation benefits to sections earning up to 8 lakhs. അപ്പോൾ 8 ലക്ഷം വരെ ഇൻകം ഉള്ള ആൾക്കാരെ എക്കണോമിക്കലി വീക്കർ സെക്ഷനായി കൺസിഡർ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ആ ക്രൈറ്റീരിയ തന്നെ മോശമാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഈ പറഞ്ഞ എഡിറ്റോറിയൽ പറയുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് ദ എക്കണോമിക് എമാൻസിപ്പേഷൻ കുഡ് ഹാവ് ബീൻ ബെറ്റർ അച്ചീവ്ഡ് ഇഫ് ദ ഇൻകം ബേസ്ഡ് റിസർവേഷൻ ഹാഡ് ബീൻ ത്രോൺ ഓപ്പൺ ടു ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. അത് തന്നെയാണ് ലോജിക് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഒരു സെക്ഷന് മാത്രമാണ് സാമ്പത്തികമായിട്ടുള്ള പാരാമീറ്റർ എടുക്കുന്നത്. സാമ്പത്തിക മാനദണ്ഡമാണെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള ഫാക്ടേഴ്സ് മാനദണ്ഡമാണെങ്കിൽ എന്തുകൊണ്ടും മറ്റ് സെക്ഷൻസിന് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു കൊടുക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി മറ്റു ആൾക്കാർക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ കാര്യം വയലേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ബൈ ഇൻട്രൊഡ്യൂസിങ് എൻ ഇൻകം ക്രൈറ്റീരിയ ആൻഡ് ബാറിങ് OBC ബിസൈഡ് SC ST കമ്മ്യൂണിറ്റീസ് ഫ്രം EWS ലോ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന പാരാമീറ്റർ അവിടെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ OBCക്കും മറ്റ് സെക്ഷൻസിനും ദർ ഇസ് എ ക്ലിയർ വയലേഷൻ ഓഫ് ഈക്വാലിറ്റി ഇൻ ദർ എലിജിബിലിറ്റി ടു അവൈൽ എ പാർട്ട് ഓഫ് ഓപ്പൺ കോമ്പറ്റീഷൻ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അവരുടെ ഈക്വാലിറ്റി അത് ബാധിക്കുന്നില്ല എന്നാണ്. ഈക്വാലിറ്റി അവർ ഈക്വലായിട്ടാണോ കാണുന്നത് എന്നാണ് പറയുന്നത്.
അപ്പോൾ the government should consider both opening up EWS quota to all communities and keeping the income criteria much lower than the ceiling, perhaps at the same level as income tax slab. ഇൻകം ടാക്സ് സ്ലാബിൻ്റെ വരെയെങ്കിലും എന്താണ് ഈ പറഞ്ഞ ഇൻകം ക്രൈറ്റീരിയ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ 8 ലക്ഷം എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് സീരിയസ്ലി അതൊരു ഫ്ലോഡ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, തീരെ ക്ലിയർ അല്ലാത്ത ഒരു മാനദണ്ഡമാണ് ഈ പറഞ്ഞ റിസർവേഷന് വേണ്ടി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഡീലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, 5 അംഗ ബെഞ്ച് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ വാലിഡ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ റിസർവേഷനെ കുറിച്ച്. അടുത്ത ന്യൂസാണ് ദ ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനീഷ്യേറ്റീവ്. ഇത് എന്തോയി ബന്ധപ്പെട്ടാണ്? ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വിളകളെ കുറിച്ചൊക്കെ പറയുന്നില്ല, ധാന്യത്തിനെ കുറിച്ച് പറയല്ലേ. അപ്പോൾ ദ ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ വാട്ട് ഈസ് ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനീഷ്യേറ്റീവ്? ദ ബ്ലാക്ക് സീ ഗ്രെയിൻ ഡീൽ എൻഡവേഴ്സ് ടു ടാക്കിൾ എസ്കലേറ്റിംഗ് ഫുഡ് പ്രൈസസ്. ഭക്ഷണത്തിനുള്ള പൈസ, അതായത് ഈ പറഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾക്കുള്ള പൈസ, ഫുഡ് പ്രൈസ് എമാൻസിപ്പേറ്റിംഗ് ഫ്രം സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ ബിക്കോസ് ഓഫ് ദ റഷ്യാസ് ആക്ഷൻസ് ഇൻ ദ വേൾഡ് ബ്രെഡ് ബാസ്ക്കറ്റ്. അപ്പോൾ റഷ്യയും ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട് റഷ്യൻ്റെ ആക്ഷൻസ് കാരണം ഈ സപ്ലൈ ചെയിൻസ് ഡിസ്റപ്റ്റ് ആയതുകൊണ്ട് ഫുഡ് പ്രൈസസ് കൂടിയിട്ടുണ്ട്, സംശയമില്ല. അപ്പോൾ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഭക്ഷ്യധാന്യങ്ങളിലെ അവൈലബിലിറ്റി, അതിൻ്റെ പ്രൈസും സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനീഷ്യേറ്റീവ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാരാണ് മീഡിയേഷൻ വഹിച്ചത് ഈ ഡീലിന്? UN and Turkey was the deal brokered by UN and Turkey was signed in Istanbul on July 22 this year. അപ്പോൾ ഇതിൽ എന്താണ്? UN ആണ്, യുണൈറ്റഡ് നേഷൻസ് ആണ് അതിൻ്റെ എന്താ പറയുക ഡീല് ബ്രോക്കർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ ഫുഡ് പ്രൈസസ് കൂടിയെന്ന് പറയാൻ കാരണം ഉക്രൈൻ ഈസ് അമംഗ് ദ ലാർജസ്റ്റ് എക്സ്പോർട്ടേഴ്സ് ഓഫ് വീറ്റ്, മെയ്സ്, റേപ്പ് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് ആൻഡ് സൺഫ്ലവർ ഓയിൽ ഗ്ലോബലി. അപ്പോൾ ഈ പറഞ്ഞ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം അതിൻ്റെ സപ്ലൈ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ആക്സസ് ടു ദ ഡീപ് സീ പോർട്സ് ഇൻ ബ്ലാക്ക് സീ enables it directly approaches Russia and Europe along with the grain importers from West Asia and North Africa. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ വാർ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ റഷ്യ അതിന് സമ്മതിച്ചു എന്നാണ് പറയുന്നത് ഈ ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനിഷ്യേറ്റീവിന്. റഷ്യ ഹാസ് റീജോയിൻഡ് ബ്ലാക്ക് സീ ഗ്രെയിൻ ഡീൽ. ദ റഷ്യൻ ഫെഡറേഷൻ ബിലീവ്സ് ദ ഗ്യാരണ്ടീസ് ഇറ്റ് ഹാസ് റിസീവ്ഡ് കറൻ്റ്ലി അപ്പിയേഴ്സ് സഫീഷ്യൻറ്റ്. അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ട ഡീലാണെന്ന് പറഞ്ഞ് ഫുഡ് പ്രൈസസ് കുറയാൻ വേണ്ടി, അത് എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, സപ്ലൈ ചെയിൻസ് ഡിസ്റപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഡീലാണ് ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനിഷ്യേറ്റീവ്. ഫുഡ് സപ്ലൈയായി ബന്ധപ്പെട്ടതാണ്. സ്പോർട്സ് ന്യൂസിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇന്ത്യ ഹാസ് ടിക്ക്ഡ് ഓൾ ബോക്സസ് എൻ റൂട്ട് ദ സെമിഫൈനലിലേക്കുള്ള വഴികളിൽ ഇന്ത്യ എല്ലാം കറക്റ്റായി ചെയ്തുകൊണ്ട് ഒരു പ്ലാനിങ് മിസ്റ്റേക്കും ഇല്ലാതെയാണ് ഇന്ത്യ മുമ്പോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മാത്രമാണ് ഇന്ത്യ ഗ്രൂപ്പ് സ്റ്റേജിൽ തോറ്റിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ടൂർണമെൻറ്റ് വിക്ടറിയിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ ആൻഡ് സീ യു.